പോയി കറളെ. ബാക്കി കഥ പറയാൻ വന്നതാണ്. ഇതുവരെ കണ്ടതിലും കേട്ടതിലും ഇഷ്ടപ്പെട്ടതിലും സഹകരിക്കലും പിന്നെ എല്ലാത്തിനും നന്ദി. ഇനി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോട് നിൽക്കുന്ന രീതി, എൻ്റെ ക്യാരക്ടർ, പിന്നെ എനിക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറയാം. ഞാൻ വലിക്കില്ല, കുടിക്കില്ല, ഒന്നും വെക്കാറില്ല. ഞാൻ എപ്പോഴും നല്ലവനാണ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ എന്തൊരു ചെയ്താലും ഞാനത് തുറന്ന് പറയും. അതിപ്പോൾ എന്തൊരു തെറ്റ് ചെയ്താലും ഞാനത് തുറന്ന് പറയും. അതിപ്പം എന്തിനായാലും ഞാനിപ്പോൾ വെള്ളം അടിക്കുമെങ്കിൽ ഞാൻ വെള്ളം അടിക്കുമെന്ന് പറയും. സിഗരറ്റ് വലിക്കുമെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കുമെന്ന് പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സിഗരറ്റ് ഞാൻ വലിക്കാൻ തുടങ്ങിയത് 2019 മാർച്ച് 29 അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബിയർ അടിക്കാൻ തുടങ്ങിയത്. ഇതിനൊരു കണക്കുണ്ട്, എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അന്ന് മുതൽ ഞാൻ ഈ നിമിഷം വരെ, അതായത് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2019 മാർച്ച് 29 ഞാൻ സിഗരറ്റ് വലി തുടങ്ങി. ഈ 2025 മാർച്ച് 29 ആയപ്പം ഞാൻ വലി നിർത്തി. അന്ന് മുതൽ ഈ കൊല്ലം വരെ ഞാൻ വലിച്ചത് 680 സിഗരറ്റ്. 680 സിഗരറ്റ് എണ്ണം വരെ ഉണ്ട് എനിക്ക്. പിന്നെ അന്ന് മുതലാണ് ഞാൻ ബിയർ അടിച്ചു തുടങ്ങി. അന്നൊക്കെ ഞാൻ ബിയർ മാത്രമേ അടിക്കുകയെന്നുള്ളൂ. പിന്നെ ഈ 2020 ആയപ്പോൾ 2020 ഡിസംബർ 23 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഞാൻ ആദ്യമായിട്ട് ബിയറിൽ നിന്നും അങ്ങോട്ട് ലിക്കറിലേക്ക് മാറി. അതും വല്ലപ്പോഴൊക്കെ ഉള്ളൂ, എല്ലാം വല്ലപ്പോഴേ ഉള്ളൂ. അഡിക്റ്റായിട്ടൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ജസ്റ്റ് ഒരു 2-3 പെഗ് അടിക്കും, അത്രയേ ഉള്ളൂ. 2-3 പെഗ് അടിക്കുമ്പോഴേ ഞാൻ ഫ്ലാറ്റ് ആകും. പിന്നെ എന്താ പറയുക, ഒന്നിനും ഞാൻ അഡിക്റ്റ് അല്ല. ഇപ്പം അയ്യോ ഞാൻ എൻ്റെ മോൻ അവൻ്റെ കൂടെയാണ് നശിച്ചത്, അല്ലെങ്കിൽ ഇവൻ്റെ കൂടെയാണ് നശിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒട്ടുമിക്ക വീട്ടുകാരോട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ അണ്ണാക്കിലേക്ക് ആരും ഒഴിച്ചൊന്നും തരത്തൊന്നുമില്ല ഈ കാര്യങ്ങളൊന്നും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്കുള്ള ഇഷ്ടമാണ് നമ്മൾ എന്തിനു ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഏതേത് അതുകൊണ്ട് മറ്റുള്ളവർ ഇനി എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ ഈ വന്ന തലമുറയിൽ 18-15 വയസ്സിന് താപ്പോട്ടുള്ള പിള്ളേർ വരെ എല്ലാത്തിനും അഡിക്റ്റാണ്. അഡിക്റ്റാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അഡിക്റ്റാണ്. പക്ഷെ നമ്മളങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ പ്രായം കണ്ട് വളർന്ന് കേട്ട് വന്നയാൾ നമുക്കങ്ങനെ അറിയാം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല നമ്മളങ്ങനെ അഡിക്റ്റൊന്നുമില്ല. നമ്മൾ പിന്നെ വല്ലപ്പോഴും അങ്ങനെ 2 പെഗ് അടിക്കും. പിന്നെ വലി ഉണ്ടായിരുന്നു, വലി നിർത്തി. പിന്നെ ഞാൻ എന്താ പറയുക, ഈ മറ്റേ കൂള് വെക്കുമായിരുന്നു, അതും ഞാൻ നിർത്തി. അങ്ങനെ ഇപ്പോൾ വല്ലപ്പോഴുള്ള അടി മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇനി പറയാം. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി, കൂടെ നിന്നാൽ മതി, അല്ലാത്തവർക്ക് പോകാം. ഓക്കെ, ടാറ്റ.